പരിഭാഷയുമാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. രാഹുലിനേക്കാൾ ആവേശത്തോടെ പ്രസംഗിച്ച ആ യുവതി ആരാണെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. എന്നാൽ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ വിജയകുമാറിന്റെ മകൾ ജ്യോതി വിജയകുമാറാണ് സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച ആ പെൺസിംഹം. We do not believe that India should be run by one person, one idea. We believe that every single person's voice must be heard in this country. ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു വ്യക്തിയും ഒരാശയവുമാണ് ഈ രാജ്യത്തെ ഭരിക്കേണ്ടത്. മറിച്ച് ഈ ഭാരതത്തിലെ ഓരോ വ്യക്തിയുടെയും ചിന്തയും ഓരോ വ്യക്തിയുടെയും ശബ്ദവും ഓരോ വ്യക്തിയുടെയും ആശയവുമായിരിക്കണം ഈ രാജ്യത്തെ ഭരിക്കേണ്ടതെന്നും നയിക്കേണ്ടതെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നു. തിരുവനന്തപുരം സിവിൽ സർവീസ് അക്കാദമിയിലെ സോഷ്യോളജി വിഭാഗം അധ്യാപികയായ ജ്യോതി ഇതാദ്യമായല്ല രാഹുലിന്റെ പ്രസംഗത്തിന് പരിഭാഷ നടത്തുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധി പങ്കെടുത്ത മത്സ്യത്തൊഴിലാളി സംഗമത്തിലും അദ്ദേഹത്തിന്റെ പരിഭാഷക ജ്യോതിയായിരുന്നു. 2016 സോണിയാഗാന്ധി നടത്തിയ പ്രസംഗം പരിഭാഷപ്പെടുത്തിയതും ജ്യോതി തന്നെ. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്നും പത്രപ്രവർത്തനത്തിൽ ബിരുദാനന്തര ഡിപ്ലോമ നേടിയ ജ്യോതി അധ്യാപന ജോലിക്കൊപ്പം ഒരു മലയാള സ്വകാര്യ ചാനലിലും പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ ആദ്യ വനിതാ ചെയർപേഴ്സൺ എന്ന ബഹുമതിയും ജ്യോതി സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധി പത്തനംതിട്ടയിൽ പങ്കെടുത്ത ചടങ്ങിലെ പരിഭാഷ സദസ്സിൽ കല്ലുകടിയായി. മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യനാണ് ചടങ്ങിൽ പരിഭാഷ നടത്തിയത്. എന്നാൽ പലപ്പോഴും രാഹുൽ ഗാന്ധി പറയുന്നത് കേൾക്കാൻ കഴിയാതെ കുര്യൻ പരുങ്ങുന്ന കാഴ്ചയാണ് സദസ്സ് കണ്ടത്. ഇത് പലപ്പോഴും സദസ്സിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണമായി. ന്യൂസ് ഡെസ്ക്, Big 14.